നിങ്ങളുടെ പ്രൈമറി ഇൻകത്തിന് വേണ്ടി 24/7 നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പോലും പലപ്പോഴും ജീവിതം മുന്നോട്ട് നീക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വരുമാനത്തിന് വേണ്ടി ഓരോരുത്തർ ശ്രമിക്കുന്നുണ്ട് പാസീവായിട്ട്. എന്നാൽ പലപ്പോഴും അത് പറ്റുന്ന നല്ല ഒരു സോഴ്സ് കിട്ടുന്നില്ല എന്നതാണ് പരാതി. കാരണം അവിടെ നിങ്ങൾ വളരെ വലിയൊരു ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അധികമായി വർക്ക് ചെയ്യാതെ നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ചെറിയ ടൈം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ അഡീഷണലി നിങ്ങൾ 24/7 പോലും വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യത്തേത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരെണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നാൽ ലോകത്തുള്ള എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായിട്ട് വരുന്നത്? ഒന്ന്, ഇ ബുക്ക്. രണ്ടാമത്തത് ബണ്ടിലുകൾ, അതായത് ഡിസൈൻസുമായി ബന്ധപ്പെട്ട ബണ്ടിലുകൾ, ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോകൾ, ഇമേജുകൾ, കോഴ്സുകൾ. ഇവയൊക്കെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇ ബുക്ക് മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ സൂപ്പർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് മുഖേന സെല്ല് ചെയ്യാം. അതല്ലെങ്കിൽ ആമസോൺ കിൻഡിലൂടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. സൂപ്പർ പ്രൊഫൈൽ വഴിയാണെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തുകൊണ്ടും ഇതേപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഇ ബുക്കുകൾ സെല്ല് ചെയ്യാം. കോഴ്സ് ആണെങ്കിലും ഈ സൂപ്പർ പ്രൊഫൈൽ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സെല്ല് ചെയ്യാം. ഇല്ലെങ്കിൽ ഉടമി പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടി വരും. അതും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതേപോലെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഡിസൈൻസുമായി ബന്ധപ്പെട്ടത്. ഇത് ക്യാൻവയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഫയലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതും സൂപ്പർ പ്രൊഫൈൽ മുഖേന നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റോക്ക് ഫോട്ടോകൾ, ഇമേജുകൾ, ഇത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷട്ടർ സ്റ്റോക്കിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരാരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ ഇനത്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും പറഞ്ഞു, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഇതേപോലത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ടോപ്പിക്കുകൾ ഇൻട്രസ്റ്റ് ആവുന്ന ധാരാളം ഓഡിയൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആവശ്യമായി വരും, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ ആവശ്യമായി വരും. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ജസ്റ്റ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ആ പ്ലാറ്റ്ഫോമുകൾ വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടും. അതിനാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രൊഡക്റ്റുകൾ, ആമസോണിലുള്ള പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ അതുവഴി പർച്ചേസ് ചെയ്യുകയും നിങ്ങൾക്ക് നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. മൂന്നാമത്തതാണ് റെന്റ് ചെയ്യുക എന്നത്. റെന്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണാൻ സാധിക്കും. അതായത് ഒന്ന്, നിങ്ങളുടെ ചിലപ്പോൾ വീടായിരിക്കും, ഇതിൽ ആവശ്യമില്ലാത്ത സ്പേസ് അവിടെ വെറുതെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സ്പേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എയർബിഎൻബി മുഖേന നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗാഡ്ജറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ക്യാമറ ആയിക്കോട്ടെ, സ്റ്റാൻഡ് ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, ഇതേപോലത്തെ ഗാഡ്ജറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഇത് നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഇനി നിങ്ങൾ ഒരു ഗ്രാമീണ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്ലോട്ട് ഉണ്ട്, അത് വെറുതെ കിടക്കുകയാണെങ്കിൽ ഈ പ്ലോട്ട് തന്നെ റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾ അറിയാതെ പണിയെടുക്കാതെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഴിവ്, നിങ്ങളുടെ കയ്യിലെ എക്സ്പെർട്ടീസ്. ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. അതായത് എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ധാരാളം ആൾക്കാരെ വിവിധ കാറ്റഗറിയിലുള്ള ആവശ്യക്കാർക്ക് ആവശ്യമാണ്, കമ്പനികൾക്ക് ആവശ്യമാണ്. എന്തിന്? അതായത് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ അവർക്ക് ആവശ്യമാണ്, പുതിയ കാര്യങ്ങൾ സ്ട്രാറ്റജീസ് മറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഇതേപോലെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കണം. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു മേഖലയാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് ഷോപ്പിഫൈ എന്ന വെബ്സൈറ്റിലൂടെ സാധ്യമാണ്. അതായത് ആദ്യം നിങ്ങൾ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം, അതിനകത്ത് നിങ്ങളുടെ ഡിസൈൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അതിലൂടെ നിങ്ങളുടെ ടീഷർട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തുകൊണ്ട്. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ടീഷർട്ടുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
അതിലൂടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇൻവെൻട്രിയും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതില്ല എന്നതാണ്. അപ്പോൾ ഇൻവെൻട്രി കീപ്പ് ചെയ്യാതെ ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് ഇ-കോമേഴ്സ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 4 മേഖലകളിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ 24/7 പോലും വർക്ക് ചെയ്യാതെ വരുമാനം ജനറേറ്റ് ചെയ്യാവുന്ന മേഖലകൾ. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.